ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഭാരത് മാതാ ലോ കോളേജിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും ഭാരത് മാതാ കോളേജിലേക്ക് 1 കിലോമീറ്ററും 8 ഏക്കർ ചർച്ചിലേക്ക് 700 മീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ്. കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. അവിടെ ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ മുറ്റത്തായി കടപ്പാക്കല്ലാണ് വിരിച്ചിട്ടുള്ളത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കവേർഡായിട്ടുള്ളൊരു കാർ പോർച്ച് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസിലാണ് ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് KWO കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഡോർ തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് മോളിലേക്കാണ്. വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി 4x6 വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമായി തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന കവാടമെല്ലാം മനോഹരമായ ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ്. ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. ഈ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്നൊരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. ഇനി ഇവിടെ നിന്നും നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡാർക്ക് ഐവറി കളറിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ പുറത്തായി വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഫുൾ കവേർഡായിട്ട് വരുന്നൊരു വർക്ക് ഏരിയ സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 10.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ഒരു ബേ വിൻഡോയോട് കൂടി വരുന്ന കബോർഡ് വർക്കെല്ലാം നമുക്ക് കാണാം. ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റായി ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ ബെഡ്റൂമിനും ഏകദേശം 14 അടി നീളം ലഭിക്കുന്നുണ്ട്. ഇതിന് 11 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെയും ബേ വിൻഡോ മോഡലിൽ തന്നെയാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമിന് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി ഇരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും സ്റ്റെയർ കേസിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി വുഡും GA പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ പറകൊള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു L ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് സ്റ്റെപ്പ് കയറി വരിക. അവിടെയും നമുക്കൊരു TV റൂമായിട്ട് ഉപയോഗിക്കാവുന്നൊരു റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട്. അവിടെയും മൾട്ടിവുഡിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു സ്പേസിൽ നിന്നും ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതേ വലിപ്പത്തിൽ ലഭിക്കുന്ന മനോഹരമായ ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിലും ലഭിക്കുക. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും എല്ലാ ഭാഗത്തേക്കും എയർപോർട്ട് അടക്കം എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ആലുവയ്ക്കടുത്തുള്ള ചൂണ്ടി എന്ന് പറയുന്നത്. ഫ്ലഡിൻ്റെ ഇഷ്യൂ ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ മനോഹരമായ വീടുകളുള്ളൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകളെല്ലാം ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രോക്കർ ഫീ ഇല്ലാതെ തന്നെ നമുക്ക് ഈ വീടുകളെല്ലാം പർച്ചേസ് ചെയ്യാം. നാലാമത്തെ ബെഡ്റൂമും ബാത്റൂമുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ റേറ്റ് പോലുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.